പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. ഞാൻ രാജേഷ് നദാപുരം. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനെ വിളിച്ച തെറിയുടെ പേരാണ് ഭഗവത്ഗീത എന്ന രീതിയിലാണ്. ഒട്ടും മറുപടി അർഹിക്കാത്ത തരംതാണ ഒരു വീഡിയോ ആണത്. പക്ഷേ അത് യുക്തിവാദി സംഘത്തിൻ്റെ ഒരു ഗ്ലോബൽ മീറ്റിങ്ങിലാണ് അങ്ങനെയുള്ള ഒരു പ്രയോഗം വരുന്നത്. യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ എന്നും എക്കാലത്തും ഭാരതം അത്തരം ആളുകളെ അംഗീകരിച്ചിട്ടുണ്ട്. ഈശ്വരവിശ്വാസിയായ വാൽമീകിയെ നമ്മൾ വിളിച്ചത് വാൽമീകി മഹർഷി എന്നാണ്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥമെഴുതിയ ചരകനെ മഹർഷി എന്ന് വിളിച്ചു. കാമശാസ്ത്രമെഴുതിയ വാത്സ്യാനി മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും നമ്മൾ യുക്തിവാദിയായ ചാർവാകനെ മഹർഷി എന്നാണ് വിളിച്ചത്. ചാർവാകൻ ഒരു വ്യക്തിയല്ല. അതായത് നിലനിൽക്കുന്ന വ്യവസ്ഥിതികളോട് കലഹിച്ച് വിശ്വാസത്തിൻ്റെ അന്ധതയെ സമാജത്തിന് ബോധ്യപ്പെടുത്തുക, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ഇല്ലാതാക്കുന്നതിൽ ചാർവാകന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ചാർവാക മഹർഷി എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഈശ്വര വിശ്വാസം പഠിപ്പിക്കുന്ന അതേ ഗുരു തന്നെ ഈശ്വര നിഷേധത്തിൻ്റെ യുക്തിയും പഠിപ്പിക്കുന്ന ഒരു നാടാണിവിടെ. അതുകൊണ്ട് ഈശ്വരനുണ്ട് എന്ന് പറയുന്നവനും ഈശ്വരനില്ല എന്ന് പറയുന്നവരെയും ഒരുപോലെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാർവാകന്മാർ ചെയ്തത് ക്രിയാത്മക വിമർശനങ്ങളായിരുന്നു. ഇത് ഏറ്റവും തരംതാണ മറുപടി അർഹിക്കാത്ത എന്തൊക്കെയോ പറയുന്നു. നമ്മുടെ ഒരു മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ മഹത് ഗ്രന്ഥത്തിലെ കഥാസന്ദർഭങ്ങളെയെല്ലാം ലോക്കൽ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി നേടുക. അപ്പോൾ ലോക്കലായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ ലോക്കലായ കുറേ ആളുകൾ കയ്യടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ മറുപടി പറയുവാൻ നമ്മൾ ഒരുപാട് തരം താഴേണ്ടതുണ്ട്. എന്നാൽ മറുപടി ഇതിനല്ല. പൊതുവെ നമ്മുടെ നാട്ടിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളും നമ്മുടെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഒക്കെ പറയുന്നൊരു വാദമുഖമുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധത്തിനില്ല, ഈ യുദ്ധം കൊണ്ട് എന്താണ് ഭഗവാനെ കാര്യം, അതുകൊണ്ട് ഞാൻ യുദ്ധം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കൊല്ലടാ കൊല്ലടാ എന്ന്. കൊല്ലില്ല എന്ന് പറഞ്ഞവരോട് കൊല്ലടാ എന്ന് പറഞ്ഞതാണ് ഭഗവത്ഗീത. ഇത് കുട്ടികളെ പഠിപ്പിക്കരുത്, കുട്ടികൾ ഭീകരവാദികളാകുമെന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പ്രമുഖനായ ഒരു കോൺഗ്രസിന്റെ നേതാവാണ്. ബാലഗോകുലത്തിന്റെ പരിപാടിക്ക് കുട്ടികളെ വിടാൻ പാടില്ല, കാരണം കുട്ടികൾ ഭഗവത്ഗീത പഠിച്ചാൽ ഇതാണ് ആയിത്തീരുന്നത്. എന്താണ് ഭഗവത്ഗീത എന്നും ഈ ഭഗവത്ഗീത ആരോട് എപ്പോൾ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നും ഒന്നിനെക്കുറിച്ചും യാതൊരു ബോധവുമില്ലാതെ എവിടുന്നോ കിട്ടിയത് എവിടെയോ ചെന്ന് പറയുന്ന കൈയടിക്കുവാൻ കുറെ മരമണ്ടന്മാരുള്ള നാട്ടിൽ തീർച്ചയായിട്ടും പറയുവാനും ആളുകളുണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ വിമർശിക്കുന്നവന്റെ കൈവെട്ടുക, കാലുവെട്ടുക, തലവെട്ടുക ഇതൊന്നും ഹിന്ദുവിന്റെ പാരമ്പര്യമല്ലാത്തത് കൊണ്ട് അവർക്ക് രാമനെയും കൃഷ്ണനെയും ഒക്കെ വിമർശിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ക്രിയാത്മകമായ വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും തിരുത്തേണ്ടതിനെ തിരുത്തുകയും ചെയ്യുന്നവരാണ് ഹിന്ദുക്കൾ. 1000 വർഷം മുമ്പ് ഇന്നേത് പറഞ്ഞു എന്നതുകൊണ്ട് കണ്ണടച്ചതിനെ ഫോളോ ചെയ്യുന്നവരല്ല. ഇപ്പോൾ സനൽ ഇടമറുക്, AT കോവൂര് പോലെയുള്ള ആളുകൾ ഒരു പരിധിവരെ മതങ്ങളെ ക്രിയാത്മകമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയവരാണ്. ഇന്ന് C രവിചന്ദ്രൻ എന്ന് പറയുന്ന പ്രൊഫസർ അവരുടെ പാതയെ ഒരു പരിധിവരെ പിന്തുടർന്നുകൊണ്ട് കാര്യങ്ങളെ സത്യസന്ധമായി വിലയിരുത്തുവാൻ കഴിവുള്ളവരുമാണ്. എന്നാൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഒരുക്കുന്ന വേദിയിൽ വന്നിട്ട് ഇത്തരം അല്പബുദ്ധികൾ പലതും വിളിച്ചു പറയുന്നത് ആ സംഘടനയ്ക്ക് തന്നെ ദോഷമാണ്. അതുകൊണ്ടാണ് യുക്തിവാദികൾക്കെല്ലാം ക്ലച്ച് പിടിക്കാൻ പറ്റാത്ത ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ദൈവമില്ല എന്ന് പറഞ്ഞ് മതത്തെ കളിയാക്കൽ, തെറി വിളിക്കൽ, നിന്ദിക്കൽ, അവഹേളിക്കൽ ഇതൊക്കെയാണ് ഒരു യുക്തിവാദി എന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതല്ല യുക്തിവാദം. യുക്തിവാദം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ ശാസ്ത്രത്തിന്റെ കണ്ണുകൊണ്ട് അതിനെ കൃത്യമായി കീറി മുറിച്ച് വിശകലനം ചെയ്ത് ദൈവവിശ്വാസിക്ക് മുന്നിൽ ഉത്തരം കിട്ടാത്ത രീതിയിൽ കൊണ്ടുവന്നെത്തിക്കുന്ന, ഒപ്പം അവൻ്റെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസങ്ങളെ ഹനിക്കാതെ ആ വിശ്വാസത്തിൻ്റെ യുക്തിരാഹിത്യത്തെ അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് യുക്തിവാദം. അല്ലാതെ ശ്രീകൃഷ്ണൻ പറഞ്ഞ തെറിയാണ് ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നതൊന്നും യുക്തിവാദമല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇനി ഏത് സാഹചര്യത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനെ ഉപദേശിക്കുന്നത് എന്നറിയണമെങ്കിൽ ഒരു ഭഗവത്ഗീത വാങ്ങുക. ആ ഭഗവത്ഗീതയിൽ ധ്യാന ശ്ലോകമുണ്ട്. അതിങ്ങനെ പറയുന്നു: ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം. പാർത്ഥൻ, പൃഥ്വിയുടെ പുത്രൻ, കുന്തിയുടെ പുത്രനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ പറഞ്ഞു,
വ്യാസേന ഗൃതിതാം പുരാണമുനിനാം. ഭഗവാൻ കുറച്ചു സമയം കൊണ്ട് പറഞ്ഞത് പുരാണമുനിയായ വ്യാസൻ വിസ്തരിച്ചെഴുതി. മധ്യേ മഹാഭാരതം, 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിന്റെ മധ്യത്തിലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. അദ്വൈതാമൃത വർഷിണി ഭഗവതി, അദ്വൈതം രണ്ടില്ലാത്ത ഒന്നിനെ കുറിച്ച്, ഏകമാകുന്ന ഈശ്വരനെ കുറിച്ച് പറയുന്നവളെ ഭഗവത്ഗീതേ അഷ്ടാദശാധ്യായിനി, അഷ്ടം ദശം സമം 18 അധ്യായത്തോടു കൂടിയവൾ. 18 അധ്യായങ്ങളിൽ 700 ശ്ലോകമാണ് ഭഗവത്ഗീത. ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗം, ആരംഭിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ആരംഭിച്ച് 18ാമത്തെ അധ്യായം മോക്ഷ സന്യാസയോഗം, അവസാനിക്കുന്നത് എത്ര യോഗേശ്വര കൃഷ്ണോ എന്ന് പറയുന്ന ശ്ലോകത്തിൽ അവസാനിക്കുന്ന 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവരും അംഗീകരിക്കുന്നു. ഭഗവത്ഗീത കേവലം ഒരു ആധ്യാത്മിക ഗ്രന്ഥമല്ല, മറിച്ച് യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ച ഒരു യോദ്ധാവിനെ കർമ്മ നിപുണനാക്കിയ പ്രത്യയശാസ്ത്രമാണ് ഭഗവത്ഗീത എന്നുകൂടി അറിയുക. അർജുന വിഷാദ യോഗം എന്ന് പറയുന്ന 1ാമത്തെ അധ്യായത്തിൽ അർജുനൻ യുദ്ധഭൂമിയിൽ എത്തപ്പെടുകയും ആ യുദ്ധഭൂമിയിൽ വെച്ച് തൻ്റെ ബന്ധുമിത്രാദികളെ കാണുകയും ഈ ബന്ധുമിത്രാദികളെ കൊന്നിട്ട് എനിക്കെന്തിനാണ്, സ്വർഗം പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആയുധം താഴെ വെച്ച് തേരിൻ്റെ തട്ടിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന കമാൻഡർ ഇൻ ചീഫിനോട് അതിൻ്റെ തേരാളിയായിട്ട് അർജുനൊപ്പം സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീത. ഇതിൽ ആദ്യത്തെ 47 ശ്ലോകങ്ങൾ അർജുന വിഷാദയോഗത്തിൽ അർജുനന്റെ ന്യായവാദങ്ങളാണ്. തോൽവിയെ ന്യായീകരിക്കുക. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തോൽവി ഉണ്ടായി. വലിയ തോൽവി എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി വിലയിരുത്തിയത്? നമ്മുടെ മുഖ്യമന്ത്രി അതിനെ വിലയിരുത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് ജനങ്ങൾക്ക് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റി എന്നല്ല പറയുന്നത്, മറിച്ച് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് കൃത്യമായിട്ട് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. യുദ്ധമുഖത്ത് വെച്ച് ഒരു കമാൻഡർ ഇൻ ചീഫ് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഏതൊരു യുദ്ധവും പരാജയപ്പെടും. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുന് നൽകുന്ന ഉപദേശങ്ങൾ. തേരാളിയായിട്ട് കൂടെ പോയ ഭഗവാനാണ് അർജുനന്റെ സകല വിജയത്തിൻ്റെയും കാരണക്കാരൻ. അവിടെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ കൂട്ടുകാരൻ കൂടിയായ അർജുനൻ യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിക്കുമ്പോൾ 2ാമത്തെ അധ്യായമായ സാഖ്യയോഗം മുതൽ അർജുന് നൽകുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീത ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ഭഗവാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. എവിടുന്ന് കിട്ടി അർജുന നിനക്ക് ഈ ഭാവം? ഹീനഭാവം, നിസാരമായി ഈ ഭാവത്തെ ഈ ഒരു 42 ലക്ഷം ആളുകൾ യുദ്ധഭൂമിയിൽ വന്നു നിൽക്കുമ്പോൾ എവിടുന്ന് കിട്ടി നിനക്ക് ഈ ഭാവം? ഈ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് നിനക്കറിയാമായിരുന്നില്ലേ ആരാണ് എൻ്റെ ശത്രുക്കൾ, ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? യുദ്ധഭൂമിയിൽ വന്ന് നിന്റെ ശത്രുക്കളെ മുഖാമുഖം കണ്ടപ്പോൾ ഇതെൻ്റെ ബന്ധുക്കളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞോടിയാൽ നിനക്കൊപ്പമുള്ള 7 അക്ഷോണിപ്പടകളിലെ ആയിരക്കണക്കിന് രാജാക്കന്മാരടങ്ങുന്ന ഈ ധർമ്മപക്ഷം, നിന്റെ ജ്യേഷ്ഠന്മാരടക്കം പരാജയപ്പെട്ടു പോകില്ലേ എന്ന് ഓർമ്മപ്പെടുത്തി. അനാര്യം, ആര്യന് ശ്രേഷ്ഠന് ചേരാത്തത്, സ്വർഗപ്രാപ്തിക്ക് തടസ്സമായത്, അകീർത്തി, ലോകം മുഴുവൻ കീർത്തി കേട്ട നിനക്ക് അകീർത്തി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങൾ എത്ര വലിയ മനഃശാസ്ത്രപരമായ സമീപനമാണ്! ഏതൊരു മനുഷ്യനും പഠിച്ചിരിക്കേണ്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെല്ലാം ഒളിച്ചോട്ടങ്ങൾ, ഏതെല്ലാം പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുന്നില്ല. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 പേരും കേരളത്തിൽ ഹിന്ദുക്കളാകുന്നത് എന്തുകൊണ്ടാണ്? ഭഗവത്ഗീത പഠിക്കാത്തത് കൊണ്ടാണ്. 2014 കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ 95 ഹിന്ദുവും 4 ക്രിസ്ത്യാനിയും 1 മുസ്ലിമും ഇരിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ ഗ്രന്ഥം പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. ഭഗവത്ഗീത പഠിച്ച ഒരാളും ആത്മഹത്യയില്ല, ജീവിതത്തിൽ ഒരു പരീക്ഷണത്തിൽ നിന്നും പിന്തിരിഞ്ഞോടില്ല. അവിടെയാണ് സ്വന്തം കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ച അർജുനനെ 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളിൽ കർമ്മ നിപുണനാക്കിയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ഭഗവത്ഗീത. അത് യുക്തിവാദത്തിനുള്ള ഡെഫിനിഷനും അത് നൽകിയിരിക്കുന്നു. 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 63ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ. അല്ലയോ അർജുന, നീ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ
ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്. വിമർശതൈതശേഷേണ യഥേച്ഛസി തഥാ ഗുരു. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കൂ, ശരിയെ സ്വീകരിക്കൂ, തെറ്റിനെ തള്ളിക്കളയൂ എന്ന് പറയുവാൻ ലോകത്തിലെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിന് ധൈര്യമുണ്ടെങ്കിൽ അത് ഹിന്ദുവിൻ്റെ ഭഗവത്ഗീതയ്ക്ക് മാത്രമാണെന്ന് പറയുവാൻ ഹിന്ദുക്കൾക്ക് അഭിമാനമുണ്ടെന്നറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദി, അബദ്ധങ്ങളും വിഡിത്തങ്ങളും വിളിച്ചു പറയാതെ പഠിക്കുക, വിമർശിക്കുക, വിമർശന ബുദ്ധിയോടുകൂടി പഠിക്കുക, ശരിയെ സ്വീകരിക്കൂ, തെറ്റിനെ തള്ളിക്കളയൂ എന്ന് 5161 കൊല്ലങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് യുക്തിവാദം. ആ യുക്തിവാദത്തിന്റെ വേദിയിൽ കയറിയിറങ്ങി ഭഗവത്ഗീതയുടെ പുറഞ്ചട്ട പോലും കാണാത്ത താങ്കളെപ്പോലെയുള്ള ആളുകൾ പറയുന്ന അല്പത്തരത്തിന് മറുപടി പറയുവാൻ ഞങ്ങൾ ആരും തരം താണിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.